രാഷ്ട്രീയത്തെക്കാൾ മാന്യതയുള്ളൊരു തൊഴിലെന്ന നിലയിലാണ് ഇവർ ഈ വഴി സ്വീകരിച്ചിരിക്കുന്നത്. ഇവരാൽ കബളിപ്പിക്കപ്പെട്ടവർ അസംഖ്യം. പോലീസ് രേഖകളിൽ ഇവർ അറിയപ്പെടുന്നത് പാറശാല പാച്ചൻ, പയ്യന്നൂർ പരമു എന്നീ പേരുകളിലാണ്. പക്ഷേ ഇവരുടെ യഥാർത്ഥ പേരുകൾ എന്താണെന്ന് ഇവർക്ക് തന്നെ നിശ്ചയമുണ്ടോ എന്നറിയില്ല. പല പേരുകളിൽ, പല വേഷങ്ങളിൽ, പല നാടുകളിൽ പുതിയ പുതിയ ചെപ്പടി വിദ്യകളുമായി ഇവർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാർ, സർക്കിൾ ഇൻസ്പെക്ടർ കാണാൻ വന്നിട്ടുണ്ട് സാർ. സർക്കിൾ ഇൻസ്പെക്ടറോ? എന്തിനാണാവോ? വരാൻ പറയൂ. Good morning, manager. ഗുഡ് മോർണിംഗ്. Glad to meet you. പ്ലീസ് ബി സീറ്റഡ്. സർക്കിൾ എന്ന് കേട്ടപ്പോ തോമസ് കോശ് സാറാണെന്ന് വിചാരിച്ചു. ഓ, അറിഞ്ഞില്ലല്ലേ? അദ്ദേഹത്തിന് മെനിഞ്ഞാന്ന് സ്ഥലമാറ്റമായി. ഓഹോ. ഞാൻ ഇന്നലെ ചാർജ് എടുത്തു. ഇന്നലെ തന്നെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യന്മാരെ എല്ലാം നേരിട്ട് എന്ന് പരിചയപ്പെടാൻ തുടങ്ങി. എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ എല്ലാരും സ്റ്റേഷനിൽ എത്തിക്കൊള്ളൂന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ജനകീയ ലൈനാണ് എന്റേത്. അബ്ദുള്ള മലയുടെ അടുത്തേക്ക് വരണ്ട, മല അബ്ദുള്ളയെ തേടി ചെല്ലും. എന്റെ പേര് എ അച്യുതൻ പിള്ളൈ. പോലീസ് വൃത്തങ്ങളിൽ വെറും എ എ എന്നറിയപ്പെടും. പേരെവിടെയോ കേട്ടതുപോലെ തോന്നുന്നു. തോന്നും. നമ്മുടെ MLA തീവണ്ടി വെച്ച് വെടിവെച്ചില്ലേ? ഒരു മൽപ്പിടുത്തത്തിലൂടെ പ്രതികളെ ഞാനാ കീഴടക്കിയത്. അത് ആന്ധ്ര പോലീസ് ആയിരുന്നില്ലേ? അതെ, ഞാനെന്ന് ആന്ധ്ര പോലീസിലായിരുന്നു. ഞാനും കോൺസ്റ്റബിൾ വിട്ടലാചാര്യയും ചേർന്ന് ഞാൻ വന്നത് ഒരു ചെറിയ കാര്യത്തിനാ. എന്റെ ഒരു ആത്മസുഹൃത്തിന് ഇവിടെ ഒരു അക്കൗണ്ട് കൊടുക്കണം. കൊള്ളാവുന്ന ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്താലല്ലേ നിങ്ങൾ അക്കൗണ്ട് കൊടുക്കൂ. പോരാത്തതിന് ഇപ്പൊ ആളിന്റെ ഫോട്ടോയും വേണം. അതെ, കൊണ്ടുവന്നിട്ടുണ്ട്. തങ്ങളെ അതെ, ഇനി ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കരുത്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ഉണ്ടല്ലോ? ഉണ്ട്. തൽക്കാലം ഐശ്വര്യമായിട്ട് 501 രൂപയുടെ അക്കൗണ്ട് മതി. ചെക്ക് ബുക്ക് വേണം. നാളെ തന്നെ 5 ലക്ഷം രൂപ കൊണ്ടുവന്നിടും. വേണ്ട, വെച്ചോളൂ. ഞാൻ ആളിനെ വിളിക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഇനിയും പല പോസിലുള്ള ഫോട്ടോസ് എത്തിക്കാം സാർ. ബാലകൃഷ്ണനോട് പറ, ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് തുടങ്ങണം. ശരി സാർ, കൂടെ ചെന്നാൽ മതി സാർ. താങ്ക് യു വെരി മച്ച് സാർ. എന്തെങ്കിലും ആവശ്യമുണ്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ മതി. നല്ല ശത്രുക്കളെ ലോക്കപ്പിലിട്ട് ഇരിക്കണമെങ്കിൽ സാറിനോടൊരു വാക്ക് പറഞ്ഞാൽ മതി. ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫൂൾ. സമയമായി. മുഹൂർത്തമായി. നിങ്ങളുടെയൊക്കെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിൽക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വലിയ മനുഷ്യനാണ്. ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ്. ജനസേവനം. ഏതു നേരത്തും ഈ ഒരു ചിന്ത മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. താൻ സർക്കിളായിരിക്കുന്ന സ്ഥലത്തെ ജനങ്ങൾ സാമ്പത്തിക ഞെരുക്ക് അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ആരംഭിക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത്. പണ്ടം പണയത്തിന്മേൽ ദേശസാൽകൃത ബാങ്കിൽ നിന്നോ
നാടൻ ബാങ്കിൽ നിന്നോ നിങ്ങൾക്ക് പണം കിട്ടും. പക്ഷെ ചുരുങ്ങിയത് വർഷം 15% അവരുടെ പലിശ. പക്ഷെ നിങ്ങൾ ഞെട്ടരുത്, ഇവിടെ കേവലം 5% മാത്രമാണ് പലിശ. പോലീസും സ്വർണ്ണപ്പണയവും തമ്മിൽ എന്ത് ബന്ധം എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. ന്യായമായ സംശയമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് പോലീസിന്റെ ജോലി? ക്രമസമാധാന പാലനം. എന്തുകൊണ്ട് ഒരു സ്ഥലത്ത് ക്രമസമാധാനം തകരുന്നു? അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇങ്ങനെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ വലയുന്ന ഒരു ജനത എങ്ങനെ സമാധാനം പാലിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പട്ടിണി കൊണ്ട് വലയുന്നവനെ ലാത്തി വീശി അടിച്ചിട്ട് കാര്യമില്ല. അവന് പണം വേണം, അത് കൊടുക്കണം. കൊടുത്താൽ ക്രമസമാധാനം താനേ വരും. ബുദ്ധിയുള്ള പോലീസർ അത് മനസ്സിലാക്കണം. ഞാനത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങാൻ എന്റെ ആത്മമിത്രമായ മോയൻകുട്ടി തങ്ങളെ ഞാൻ ഇവിടെ വരുത്തിയത്. ഒന്നു മാത്രമേ തങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ, അമിത പലിശ വാങ്ങി എന്റെ ജനങ്ങളെ പിഴിയരുത്. എന്നാൽ ഇപ്പോഴിതാ ഈ തങ്ങൾ എന്നെ ഞെട്ടിച്ചിരിക്കുന്നു. വെറും 5% അത്രേ പലിശ. നിങ്ങൾ വലിയവനാണ് തങ്ങൾ. You are great. It's all right. ഞങ്ങളുടെ ഏജന്റുമാർ വിവരം അറിയിച്ചു, നിങ്ങൾ വന്നു. ഞാനിവിടെ ഒരു കാര്യം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഉദ്ഘാടന ദിവസം തന്നെ സ്വർണം പണയം വെക്കുന്നവരിൽ നിന്ന് 5% അല്ല, വെറും 4% മാത്രമേ ഞങ്ങൾ പലിശ വാങ്ങൂ. എന്നാ തുടങ്ങാം. എങ്കിൽ ആരംഭിക്കാം. വരൂ. ക്യൂ പ്ലീസ്, ക്യൂ. ഓഹോ, 3 പവൻ. അല്ല ചെക്കോ? തങ്ങൾ പണം കൊണ്ട് നടക്കാറില്ല. 50 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിരിക്കുകയാണ്. ചെക്കുമായി എല്ലാവരും അങ്ങോട്ട് ചെന്നാൽ മതി. CI ആണ് പറയുന്നത്. വയ്ക്കോളൂ. സ്വർണം പണയം വെച്ചിട്ട് വല്ലവരും ചെക്ക് വാങ്ങി പോരോ? സർക്കിൾ ഇൻസ്പെക്ടറുടെ ഉറപ്പിന്റെ പുറത്താണ് ഞങ്ങൾ ചെക്ക് വാങ്ങിയത്. ഏത് സർക്കിൾ ഇൻസ്പെക്ടർ? ഇവിടുത്തെ. അക്കൗണ്ടിൽ പണമില്ലല്ലോ. ഇത് ചതിയാണ്. സോറി. ഇന്നലെ 501 രൂപയിലെ അക്കൗണ്ട് തുടങ്ങിയല്ലോ. CIയുടെ കൂടെ വന്ന് ഒരുത്താൻ 10-20 ചെക്ക് കൊടുത്തു വിട്ടിരിക്കുക. ആളുകൾ ബഹളം വെക്കുന്നു സാർ. അതെന്ത് പരിപാടിയാ? CI ഒന്ന് വിളിച്ചു നോക്കാം. ഏയ്, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. CI സാർ 1 മാസമായി ലീവിലാണ്. നിങ്ങളെ ആരോ പറ്റിച്ചതാണല്ലോ. എങ്കിലൊരു കാര്യം ചെയ്യൂ, ഒരു പരാതി എഴുതിത്തരൂ. ഞങ്ങൾ വേണമെങ്കിൽ അന്വേഷിക്കാം. ഓക്കെ? ടിക്കറ്റ്. സ്ത്രീകളുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ? അവിടെ ഇരിക്കേ. ഒരാളെ നോക്കാൻ വേണ്ടിയാ? അത് പിന്നെ നോക്കാം. അത്യാവശ്യമാ. മൂടി പൊതിച്ച് വന്ന് കേറിക്കോളും. കണ്ണും കാണില്ല, പറഞ്ഞാലും മനസ്സിലാവില്ല. അവിടെ ഇരിക്കേ. ടിക്കറ്റ്. ആരാ ടിക്കറ്റ് എടുക്കാത്തെ? ടിക്കറ്റ്സ്. ഇത് എന്തൊരു ശല്യമാ. അവിടെ ഇരിക്കും അമൃതത്തി. ആരാ ടിക്കറ്റ്? അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല. എന്റെ പേഴ്സ് ആരും പോക്കറ്റ് അടിച്ചു. അയ്യോ, പേഴ്സ് കാണുന്നില്ല. ആരുടെ പേഴ്സ് പോയത്? എന്റെ പേഴ്സ് കാണുന്നില്ല. ബസ്സിൽ നിന്നാണ് പേഴ്സ് പോയതെങ്കിൽ ബസ്സിലുള്ള എല്ലാവരെയും പരിശോധിക്കണം. ടിക്കറ്റിനുള്ള കാശെടുത്ത് പേഴ്സ് പോക്കറ്റിലിട്ടതാ. ഓഹോ, വല്ലവരും അബദ്ധവശാൽ ഇയാളുടെ പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ദയവ് വിചാരിച്ച് തിരിച്ചു കൊടുക്കണം. എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകാതെ പ്രശ്നം ഒതുക്കാം. എല്ലാരെയും പരിശോധിക്കുന്നത് നല്ലത്. ആരും ഇറങ്ങരുത്. പെണ്ണുങ്ങളെയും പരിശോധിക്കും.
മെമ്പർ നോത്തി അവിടെ നിൽക്കേ, ദേ അവളാണ്. അവിടെ നിൽക്കാനാ പറഞ്ഞത്. നിക്ക്. പിടിക്കണോ? നിക്ക്. പിടി. പെണ്ണല്ല, ആണോ? ആണോ? പിടി. ഇങ്ങോട്ട് വന്നിട്ടില്ല. അവിടെ അവിടെ ഇരുത്ത്. എന്താണോ ഇത്? സാർ, പർദ്ദയിട്ട് വേഷം മാറി പോക്കറ്റ് അടിക്കാൻ നടക്കുന്നവനാ. ബസ്സിന്ന് പേഴ്സ് അടിച്ചിട്ട് വിഴുങ്ങി കളഞ്ഞു സാർ. എന്ത്? പേഴ്സ് വിഴുങ്ങുകയോ? അതെ സാർ, ഇവൻ സാധാരണ കള്ളനല്ല, തിരിമുറിഞ്ഞ കള്ളനാ. ഇവൻ എന്തെല്ലാം വിഴുങ്ങിയിട്ടുണ്ടെന്ന് ആർക്കറിയാം? നിങ്ങൾ എല്ലാരും കൂടി ഇയാളെ നന്നായി കൈകാര്യം ചെയ്തു അല്ലേ? അതെ സാർ, എല്ലാവരും ചേർന്നുള്ള ധർമ്മടിയല്ലേ, അതിൽ പിശുക്ക് കാണിക്കാൻ പറ്റുമോ? അല്പം കൂടിപ്പോയി. നന്നായി. ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച് നിങ്ങൾ ചെയ്തു. ഇയാൾ ഇവിടുത്തെ കോൺസ്റ്റബിളാ, കോൺസ്റ്റബിൾ വാസുദേവൻ. സാർ, എന്തോ പേഴ്സ് അടിച്ചത് മറ്റാരെങ്കിലും ആയിരിക്കും. വാസുദേവൻ വിഡ്ഢിയാണെങ്കിലും കള്ളനല്ല. പോലീസ് എന്തിനാ സാർ പർദ്ദയിട്ട് നടക്കുന്നത്? വാസുദേവൻ തുക്കട സിനിമകൾ ധാരാളം കാണും. അതിലൊക്കെയുള്ള സിഐഡികളെ പോലെ വേഷം മാറി കള്ളനെ പിടിക്കാൻ നടക്കുന്നത് വാസുദേവന് വലിയ ഹരമുള്ള കാര്യമാണ്. ഏതായാലും നിങ്ങൾ പോയിക്കോളൂ. ആരുടെയാ പേഴ്സ് പോയത്? എന്റെയാണ് സാർ. അന്വേഷിക്കാം. വൈകുന്നേരം ഒന്ന് ഇവിടം വരെ വന്നോളൂ. ശരി സാർ. ശരി സാർ. സോറി സാർ. ആശുപത്രിയിലോ മറ്റോ പോണോ വാസുദേവ? വേണ്ട സാർ, ആശുപത്രിയിലായ ഭാര്യയും മക്കളും ഒക്കെ അറിയും. കുടിക്കാൻ വല്ലതും കിട്ടിയാ കൊള്ളായിരുന്നു. നാരായണ സാർ, നമ്മുടെ സിഐഡിക്ക് കടുപ്പത്തിലൊരു ചായ വാങ്ങിക്കൊടു. ശരി സാർ. വേദനയുണ്ടോ വാസുദേവ? 10-20 പേര് ഫുട്ബോൾ പോലെ എടുത്തിട്ട് ചവിട്ടിയ സാറിനാണെങ്കിൽ വേദന ഉണ്ടാവില്ലേ? സമാധാനപ്പെട്. നമ്മൾ എത്രയോ നിരപരാധികളെ ലോക്കപ്പിലിട്ട് മർദ്ദിക്കുന്നു. അടിയുടെ വേദന പോലീസുകാരും മനസ്സിലാക്കുന്നത് നല്ലതാ. അടികിട്ടിയ സാറിനല്ലല്ലോ. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കുന്നില്ലല്ലോ. അത് ശരിയാ, സാറിന് ഉത്തരവിട്ടാ മതി. 24 മണിക്കൂറിനകം കള്ളനെ പിടി, കൊലയാളി പിടി എന്നൊക്കെ എവിടെ നിന്നിട്ട് പിടിക്കാൻ. അഥവാ പിടിച്ചാലോ ക്രെഡിറ്റ് മുഴുവൻ സാറിന്. താൻ ഇതുവരെ എത്ര കള്ളന്മാരെ പിടിച്ചു? സാർ, ഞാൻ എന്നവനെ പിടിക്കുമായിരുന്നു. അതിനിടയില ഏടാ കൂടെ ഉണ്ടായത്. വാസുദേവ, ഇത് സിനിമയല്ല. സാർ എന്നെ വിട്ടിന്നും കൂഷ്മാണ്ടോ എന്നൊക്കെ വിളിച്ചു. പക്ഷെ ഞാൻ ഈ പറഞ്ഞിട്ടത് ശരിക്കും ബുദ്ധിപൂർവ്വം തന്നെയാ. നാട്ടുകാരുടെ സ്വർണം പറ്റിച്ചടക്കുന്ന ഈ തങ്ങളെ കണ്ടുപിടിക്കണമെന്ന് സാറല്ലേ എന്നോട് പറഞ്ഞത്. തങ്ങളാകുമ്പോ ചിലപ്പോ വല്ല മുസ്ലിം പള്ളിയിലോ ചിലപ്പോ വല്ല മുസ്ലിം വീട്ടിലോ ഒളിച്ചിരുന്നത് വരും. ഈ സദാവേഷത്തിൽ അവിടെ കയറി ചെല്ലാനൊക്കോ? സാറെന്നെ വെറും മണ്ടനാക്കരുത്. സിനിമ കണ്ടിട്ടാണത്രേ സിനിമ. ഈ കാലത്ത് ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയുമില്ല സാർ. വാസുദേവ, താൻ നന്നാകാനുള്ള ഒരു ലക്ഷണവും കാണുന്നില്ല. നന്ദിയില്ലാത്ത ഡിപ്പാർട്ട്മെന്റ്. ആരെന്ത് പറഞ്ഞാലും ശരി, വേഷം മാറാതെ ഞാൻ കള്ളനെ പിടിക്കില്ല. എങ്കിൽ പോയി പിടിക്കണോ കള്ളനെ? ബന്ധുക്കൂസേ, ഇവനെയൊക്കെ എന്റെ സ്റ്റേഷനിൽ എങ്ങോട്ടെങ്കിലും കെട്ടിയെടുക്കണേ കർത്താവേ. നാട്ടുകാരുടെ ബാക്കി ഞാൻ തരും. കൊടുക്കണ്ട, ആ ജലപാനം കൊടുക്കണ്ട. സാർ, കൊണ്ടുപോടോ. ആ,